ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 25ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആപ്പ് വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളായിരിക്കും ആദ്യം ഈ എപ്പിസോഡ് കാണുന്നത്. അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. യൂട്യൂബിൽ വീഡിയോ പബ്ലിക് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതുവഴി വീഡിയോ കാണാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുക്കുന്നവരെക്കാളും ഒരു വീഡിയോ ഇതുവഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ രണ്ട് ആപ്ലിക്കേഷനും വേണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് മാഹോങ് ജുണിനെ അടിക്കുന്ന ബായ്ചെങ്ങിനെയാണ്. മാഹോങ് ജുൺ അപ്പോൾ പറയുന്നുണ്ട് താൻ മറ്റുള്ള ആണുങ്ങളെ പോലെയൊന്നും അല്ല, തന്നെ ഓർക്കുന്നില്ലേ എന്നൊക്കെ. എന്നാൽ അതൊന്നും വകവെക്കാതെ ബായ്ചൻ അവിടുന്ന് പോകുന്നു. നേരത്തെ ഇടികൊണ്ട വ്യക്തി അപ്പോൾ മാഹോങ് ജുണിന്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്, നിനക്ക് അവളെയാണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് എന്നെ ഇടിച്ചത്? മാഹോങ് ജുൺ ആകട്ടെ ദേഷ്യത്തോടെ ഇനിയും ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞ് അവന് വീണ്ടും ഒരു ഇടി കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ബായ്ചനിന്റെ പിന്നാലെ കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മാഹോങ് ജുൺ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ബായ്ചൻ ഓർക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടെല്ലാം അത് അവന്റെ സ്വപ്നമാണ് എന്നാണ് ബായ്ചൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ബായ്ചൻ അതൊന്നും ഓർക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല മനോഹരമായിട്ടുള്ള സ്വപ്നമാണല്ലോ നീ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഹോങ് ജുണിനെ അവൾ കളിയാക്കുന്നു. അതൊക്കെ നടന്ന കാര്യങ്ങളാണ്, സത്യമാണ്, നീ അതൊക്കെ മറന്നോ എന്ന് പല പ്രാവശ്യവും മാഹോങ് ജുൺ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും ബായ്ചൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല അവന്റെ കാലിലൊരു ചവിട്ടും കൊടുക്കുന്നു. അപ്പോഴാണ് ബായ്ചനിന്റെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. അയാൾ തന്നെയാണ് എജിലിറ്റി ക്ലാന്റെ നേതാവ്. അയാളുടെ പേരാണ് ബായ് ഹെ. അയാൾ അവിടെ വന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ബായ്ചെങ് പറയുകയാണ്, ഒന്നുമില്ല, ഒരു പൂവാല ശല്യമായിരുന്നു, അവന് ഞാൻ തന്നെ വേണ്ടത് കൊടുത്തിട്ടുണ്ട്. ബായ് ഹെയും മാഹോങ് ജുണിനെ ഒന്ന് വിരട്ടി വിടുന്നുണ്ട്. ഇനി നീ എന്റെ കൊച്ചിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ ഇതായിരിക്കില്ല അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് മാഹോങ് ജുൺ അപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന്. എന്നാൽ അവനോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബായ്ചെങ് അയാളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് മുബായിയും ഷൂക്കിങ്ങും ആനസഖ്യത്തിന്റെ തലവനെ മീറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഷിങ്ലിയോ സാമ്രാജ്യത്തിന്റെ അടുത്ത ഭരണാധികാരികളാണെന്ന് പറയുമ്പോൾ ആനസഖ്യത്തിന്റെ നേതാവ് അവരെ മനസ്സിലാക്കാതിരുന്നതിൽ ക്ഷമാപണം നടത്തുന്നു. അവരെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്യുന്നു. മുബായിയും ഷൂക്കിങ്ങും പറയുകയാണ്, ഞങ്ങൾ വേഷം മാറിയാണ് നടക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാത്തതിൽ ഒരു കുഴപ്പവുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വഭാവം ഒന്ന് ശ്രദ്ധിക്കണം, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അവിടെ വെച്ച് പെരുമാറിയത്. ആനസഖ്യത്തിന്റെ നേതാവ് അപ്പോൾ ക്ഷമാപണം നടത്തിക്കൊണ്ട് പറയുകയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, ട്രൈബ് ഓഫ് ഡിഫൻസും ഞങ്ങളും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പല പ്രാവശ്യവും ഞങ്ങളുടെ കൂടെ ചേരാൻ ഞങ്ങൾ അവരോട് പറഞ്ഞു, എന്നിട്ടും ചേരാത്തതിന്റെ വിഷമത്തിലായിരുന്നു അങ്ങനെ ദേഷ്യത്തിൽ ഞാൻ പെരുമാറിയത്. അതിന് ഉത്തരമായിട്ട് ഷൂക്കിങ് പറയുകയാണ്, അത് കുഴപ്പമൊന്നുമില്ല, പുതിയ 7 ക്ലാനുകളെ തെരഞ്ഞെടുക്കുകയാണല്ലോ, അതിന്റെ തലപ്പത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നതെന്ന് അറിയാം. എന്തായാലും നിങ്ങളുടെ ക്ലാൻ സ്ഥാപിച്ചത് ഞങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അണ്ടറിലാണല്ലോ, നിങ്ങൾ ആ പദവിയിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് നേട്ടം തന്നെയാണ്. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. അത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് വിനയത്തോടെ ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് ചോദിക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല, നിങ്ങളുടെ വാക്കുകൾ തന്നെ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ്. മുബായ് പറയുകയാണ്, ഷിങ്ലിയോ സാമ്രാജ്യത്തെ സേവിക്കാൻ നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നതല്ലേ, എങ്കിൽ അത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ആനസഖ്യത്തിന്റെ തലവന് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ മുബായിയും ഷോക്കിങ്ങും പറയുകയാണ്, ഇവിടെ കുറെ സോൾ മാസ്റ്റേഴ്സ് മിസ്സിംഗ് ആകുന്നുണ്ട് എന്ന വാർത്ത ഞങ്ങൾ കേട്ടു. ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, അതിനെപ്പറ്റി അന്വേഷിച്ചാണല്ലേ നിങ്ങൾ വന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കഷ്ടമാണ്, കലുഷിതമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പല ക്ലാൻ ലീഡേഴ്സിനും അത് താങ്ങാനാകുന്നില്ല. അതുകൊണ്ട് അവർ ക്ലാനുകൾ വിട്ടു പോവുകയായിരുന്നു. ചില ക്ലാനുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂട്ടി. അതെല്ലാം തന്നെ നുണയാണെന്ന് ഷൂക്കിങ്ങിനും മുബായിക്കും നല്ലോണം അറിയാം. അല്ല, ഇക്കാര്യങ്ങൾ പറയാൻ കാരണം ഞങ്ങളെ സംശയിക്കുന്നത് കൊണ്ടാണോ? മുബായ് പറയുകയാണ്, ഒരിക്കലുമില്ല, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നല്ല ഹൃദയമുള്ളവരാണ് എന്നാണ് തോന്നുന്നത്. ഞാനിത് ചോദിക്കാൻ കാരണം ഇത് സാമ്രാജ്യവും ജലവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഇതിനെപ്പറ്റി ചക്രവർത്തിയുടെ ചെവിയിൽ എങ്ങാനും എത്തിയാലുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടാണ് ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇത് അന്വേഷിക്കാമെന്ന് കരുതിയത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അന്വേഷിക്കുമെന്ന് കരുതുന്നു. ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, തീർച്ചയായും അന്വേഷിക്കാതിരിക്കുമോ? ഷോക്കിങ് പറയുകയാണ്, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ബോർ അടിക്കുന്നു, ഇവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടോ? ആനസഖ്യത്തിന്റെ തലവൻ അപ്പോൾ ഒരു സേവകയെ അതിനുവേണ്ടി അറേഞ്ച് ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ആ സ്ത്രീയുടെ കൂടെ പോയി കഴിയുമ്പോൾ സംശയം തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് ഷോക്കിങ് കയറുന്നത്. അത് വിലക്കപ്പെട്ട സ്ഥലമാണ്, അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സേവക തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പൂക്കൾ കാണുമ്പോൾ ഷോക്കിങ് പറയുകയാണ്, ഇത് പൂന്തോട്ടമല്ലേ, ഇവിടെയുള്ള പൂക്കൾ കാണുമ്പോൾ എനിക്കത് പറിക്കാൻ തോന്നുന്നു. സേവക അപ്പോൾ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് പോകാൻ സാധിക്കില്ല, ഇതേപോലത്തെ മറ്റൊരു ഗാർഡൻ ഉണ്ട്, അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ ഷൂക്കിങ് അങ്ങോട്ട് പോകുന്നു. അവിടെ ആനസഖ്യത്തിലെ കുറെ അംഗരക്ഷകർ ഉണ്ടായിരുന്നു. ഷൂക്കിങ്ങിനെ മനസ്സിലാക്കാതെ അംഗരക്ഷകർ പറയുകയാണ്, ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്നറിയില്ലേ, ഇത് ക്ലാനിന്റെ വിലക്കപ്പെട്ട സ്ഥലമാണ്, നീ ഏതാണ്? അത് കേട്ട് ഷൂക്കിങ് ചോദിക്കുകയാണ്, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സേവക അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇത് ഷിങ്ലിയോ സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശിയാണെന്ന്. ഉടനെ തന്നെ എല്ലാവരും അവളുടെ മുമ്പിൽ മുട്ടുകുത്തി വണങ്ങുന്നു.
തുടങ്ങുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ഉള്ളിൽ നിന്ന് ആളുകളുടെ കരച്ചിൽ ഷൂക്കിങ് കേൾക്കുന്നത്. ഷൂക്കിങ് അങ്ങോട്ട് കയറാതിരിക്കാൻ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ മാറ്റിയിട്ട് ഷൂക്കിങ് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആനസഖ്യത്തിന്റെ നേതാവ് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അത് ഞങ്ങളുടെ ക്ലാന്റെ വിലക്കപ്പെട്ട സ്ഥലമാണ് എന്ന് പറയുന്നു. മുബായ് പറയുകയാണ്, എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ നീ സംസാരിക്കുന്നത്? ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, നിങ്ങൾ ഇവിടെ വന്നത് മുതൽ നിങ്ങളെ നല്ലവണ്ണമല്ലേ ഞാൻ ട്രീറ്റ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ ക്ലാന്റെ വിലക്കപ്പെട്ട സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മുബായ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ് മിസ്സിംഗ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കാമെന്ന്. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പരിശോധിക്കണം. തീർച്ചയായും മിസ്സിംഗ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സ് ആണ് അതിന്റെ ഉള്ളിൽ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. അതിന്റെ ഉള്ളിൽ സോൾ മാസ്റ്റേഴ്സ് ഒന്നുമില്ല. ഞങ്ങളുടെ ക്ലാനിലെ ശിഷ്യന്മാരാണ് ഉള്ളത്. അവർ വലിയൊരു തെറ്റ് ചെയ്തു. അതിനുള്ള പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. മുബായ് ചോദിക്കുകയാണ്, ഇത്രയ്ക്കും വലിയ ശിക്ഷ കൊടുക്കാൻ അവർ എന്ത് തെറ്റാണ് ചെയ്തത്? അതെനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് മുബായ് അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്നു. ആനസഖ്യത്തിന്റെ തലവനാകട്ടെ അവനെ തടയാൻ ഉത്തരവിടുന്നു. അപ്പോഴേക്കും രാജകൊട്ടാരത്തിലുള്ളവരെ ആരാണ് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷൂക്കിങ്ങിന്റെ ഫാദർ അങ്ങോട്ട് വരുന്നു. അയാളും കൊട്ടാരത്തിലെ വലിയ ആളായതുകൊണ്ട് തന്നെ ആനസഖ്യത്തിന്റെ തലവന് അയാളെ അറിയാം. വലിയ വിനയത്തോടെ അയാളെ വണങ്ങിക്കൊണ്ട് അയാളെ സ്വീകരിക്കാൻ വരാതിരുന്നതിൽ ക്ഷമാപണം നടത്തുന്നു. അതിനുശേഷം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഇതൊക്കെ നടന്നതെന്ന് പറയുന്നു. മുബായ് അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമല്ല എന്ന് പറഞ്ഞു തുടങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഷൂക്കിങ്ങിന്റെ ഫാദർ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആനസഖ്യത്തിന്റെ തലവന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പുതിയതായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന 7 ക്ലാനുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ക്ലാനുകളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഷിങ്ലോ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വാക്കുകൾ എന്നത് ഷിങ്ലോ സാമ്രാജ്യത്തിന്റെ വാക്കുകൾ പോലെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ നല്ല രീതിയിൽ ഡീല് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആനസഖ്യത്തിന്റെ തലവൻ അപ്പോൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, തീർച്ചയായും മിസ്സിംഗ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സിനെ കുറിച്ച് നല്ലവണ്ണം ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ശേഷം അവിടെ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കാതെയാണ് മുബായിയും മറ്റുള്ളവരും അവിടെ നിന്ന് പോകുന്നത്. എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അവർ പോയതെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. മറ്റൊരു സ്ഥലത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂക്കിങ്ങിന്റെ ഫാദർ മുബായിയോട് പറയുകയാണ്, ചക്രവർത്തി നിന്നോട് തിരികെ വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുബായ് പറയുകയാണ്, ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് തിരികെ വരാൻ സാധിക്കില്ല. ഞങ്ങൾ അവിടെ പോയി ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രതികാരം അവർ ചെയ്യാൻ പോകുന്നത് ട്രൈബ് ഓഫ് ഡിഫൻസിനോടായിരിക്കും. അതുമാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ പോകുകയാണെങ്കിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദുഷ്ടതകൾ അവർ ചെയ്തു കൂട്ടും. ഷൂക്കിങ്ങും അതിനെക്കുറിച്ച് പറയാൻ വരുമ്പോൾ തന്നെ ഷൂക്കിങ്ങിന്റെ ഫാദർ പറയുകയാണ്, നീ ഒന്നും പറയണ്ട. നീയാണ് ക്രൗൺ പ്രിൻസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പൊസിഷനെ കുറിച്ച് പോലും നിങ്ങൾ മറന്നുപോയി. മുബായ് അപ്പോൾ പറയുന്നുണ്ട്, അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ പൊസിഷൻ മറന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെന്ന്. ലോങ്ഷിൻ സിറ്റിയിൽ ഒരു ഓർഡർ കൊണ്ടുവരുന്നതിനും ഇവിടുത്തെ ആളുകൾക്ക് നല്ല ജീവിതം ഉണ്ടാവുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മുബായ് പറയുന്നു. ഷൂക്കിങ്ങിന്റെ ഫാദർ പറയുകയാണ്, നീയാണ് ഷിങ്ലോ സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശി. ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിലൊന്നും നിങ്ങളോട് ഞാൻ ഇടപെടേണ്ട എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ആനസഖ്യം നമ്മുടെ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരുന്നതാണെങ്കിലും അവരെ കൺട്രോൾ ചെയ്യുന്നത് മാർഷൽ സോൾഹാൾ ആണ്. ആനസഖ്യത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാർഷൽ സോൾഹാളിനെ നമ്മൾ പേടിക്കണം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്ന് നമ്മൾ പേടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഹീറോ ആയി നിങ്ങളുടെ ധീരത കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെ പറ്റി ഓർക്കണം. ആ ധീരതയുടെ പേരിൽ മരിക്കാൻ പോകുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ജനങ്ങളായിരിക്കും. അതുകൂടാതെ ലോങ്ഷിൻ സിറ്റിയിൽ മാത്രമല്ല, ക്യാപിറ്റൽ സിറ്റിയിലും ഒരുപാട് സിറ്റിയിലും മാർഷൽ സോൾഹാള് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ മെച്യൂർ ആയിട്ട് ഷിങ്ലോ സാമ്രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളാണ് അടുത്ത അവകാശികൾ. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഭാവിയെ നിശ്ചയിക്കുന്ന തീരുമാനങ്ങളാണ്. അവസാനം അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മുബായിക്കും അത് ശരിയാണ് എന്ന് മനസ്സിലാകുന്നു. എടുത്തു ചാടി പ്രവർത്തിച്ചതിൽ അവൻ ക്ഷമാപണം നടത്തുന്നു. അതുമാത്രമല്ല ഉടനെ തന്നെ ഷിങ്ലോ സാമ്രാജ്യത്തിലേക്ക് തിരികെ പോകാമെന്നും മുബായ് പറയുന്നുണ്ട്. കാരണം താങ് ക്ലാനിലേക്ക് ഇപ്പോൾ ട്രൈബ് ഓഫ് ഡിഫൻസും ചേർന്നിട്ടുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ഉടനെ തന്നെ തിരികെ പോകാമെന്ന് പറയുന്നു. ഷൂക്കിങ്ങിന്റെ ഫാദർ ആകട്ടെ അത് ചക്രവർത്തിയെ അറിയിക്കാമെന്ന് പറയുന്നു. നിങ്ങൾ പോയാൽ ഉടനെ തന്നെ ആനസഖ്യം അവരുടെ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്യുമെന്നതിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട. ഇവിടുത്തെ ചെറിയ ക്ലാനുകളുടെ സംരക്ഷണത്തെ പറ്റിയൊക്കെ താൻ നോക്കിക്കോളാമെന്നും ഷൂക്കിങ്ങിന്റെ ഫാദർ പറയുന്നു. അത് കേട്ട് മുബായിക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം ചക്രവർത്തി ഷൂക്കിങ്ങിന്റെയും മുബായിയുടെയും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു എന്നും ഷൂക്കിങ്ങിന്റെ ഫാദർ പറയുന്നുണ്ട്. അത് കേട്ട് മുബായ് ഹാപ്പിയാണ്. പക്ഷേ ഷൂക്കിങ് ഇപ്പോഴും സാഡ് ആണ്. പുറത്തിറങ്ങി സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്താണ് അതിനുള്ള കാരണം മനസ്സിലാകുന്നത്. ഷൂക്കിങ്ങിന് ആ സ്ഥലം വിട്ടു പോകാൻ താല്പര്യമില്ല. മുബായ് അപ്പോൾ അതൊന്നും വലിയ കാര്യമേ അല്ല, അതിനെക്കുറിച്ചൊക്കെ താൻ ഫാദറിനോട് സംസാരിച്ചോളാം, അതോർത്ത് സാഡ് ആകേണ്ട
എന്ന് പറയുന്നു. എന്നാൽ അതിനുശേഷമാണ് ഷൂക്കിങ് തുറന്ന് സംസാരിക്കുന്നത്. അവൾ പറയുകയാണ് എനിക്ക് അടുത്ത രാജ്ഞിയാകേണ്ട. അവിടെയുള്ള സാധാരണക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് അവരുടെ ലൈഫ് ഒന്ന് നോക്കൂ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ്. നമ്മുടെ സാമ്രാജ്യത്തിലുള്ളത് പോലെ പൂർവികരുടെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. പവർഫുൾ ആയിട്ടുള്ളവർക്ക് ജീവിക്കാം, വീക്ക് ആയിട്ടുള്ളവർക്ക് മരിക്കാം. അങ്ങനെയുള്ള നിയമങ്ങളൊന്നും തന്നെ അവർക്ക് ബാധകമല്ല. ഒന്നിനെയും പേടിക്കേണ്ട, എന്ത് നല്ല ലൈഫാണ് അവരുടേത്. അപ്പോ മുബായ് പറയുന്നുണ്ട് നീ എന്തിനാണ് അതിനെ കുറിച്ചൊക്കെ ഓർത്ത് ആകുലപ്പെടുന്നത്, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ എല്ലാം ഞാൻ മാറ്റിമറിക്കും. ഷൂക്കിങ് അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് എല്ലാം അങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല, ചിലപ്പോഴൊക്കെ നീ ആയിരിക്കും മാറിപ്പോകുന്നത്. മുബായ് അപ്പോൾ പറയുന്നുണ്ട് അതിനല്ലേ നീ എന്റെ കൂടെ ഉള്ളത്, നമ്മൾ ഒരുമിച്ച് ഷിങ്ലോ സാമ്രാജ്യം ഭരിക്കുന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത്, ഇനി നിന്റെ സ്വപ്നത്തിൽ ഞാനില്ലേ. ഷൂക്കിങ് അതിന് ഉത്തരമായിട്ട് പറയുകയാണ് ഞാൻ അതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല, നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, അപ്പോ അതിനെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് നമുക്ക് ജീവിച്ചാ പോരെ. അതായത് മുബായി വിവാഹം കഴിക്കാൻ ഷൂക്കിങ്ങിന് താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. മുബായിക്ക് അത് കേട്ട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ഷൂക്കിങ്ങും ദേഷ്യത്തോടെ അവനെ തടഞ്ഞു നിർത്തുന്നു. മുബായി അപ്പോൾ പറയുകയാണ് ഞാനല്ലേ ഇവിടെ ദേഷ്യപ്പെടേണ്ടത്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. അപ്പോ ഷൂക്കിങ് പറയുകയാണ് ചെറുപ്പം മുതലേ ആരും എന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടില്ല, ലോകം ചുറ്റി സഞ്ചരിച്ച് കാണണം എന്നായിരുന്നു ചെറുപ്പം മുതലേ എന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചത്. ചെറുപ്പത്തിലെ ഞാൻ നിനക്കുള്ളതായി, മറ്റുള്ളവരായിരുന്നു എന്നെ കൺട്രോൾ ചെയ്തിരുന്നത്. നമ്മുടെ സാമ്രാജ്യത്തിൽ ജനിക്കുന്ന എല്ലാവരുടെയും വിധി അത് തന്നെയാണ്. നീ പറഞ്ഞില്ലേ നിന്റെ സ്വപ്നത്തിൽ ഞാനില്ലേ എന്ന്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത്രയും വർഷക്കാലം ഞാൻ നിന്നെ വിട്ടു പോകാതിരുന്നത്. പക്ഷേ ഇനിയും അതിനെക്കുറിച്ച് ഓർത്ത് എന്റെ ജീവിതം വേസ്റ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് എന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നീ ഒരിക്കലും എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിന്റെ ആഗ്രഹങ്ങളെ ത്യജിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ വ്യത്യസ്തമാണ്. അതും പറഞ്ഞുകൊണ്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് വിഷമത്തോടെ ഷൂക്കിങ് അവിടുന്ന് പോകുന്നു. മാഹോങ് ജൂണും ഇതേ സമയം അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് എജിലിറ്റി ട്രൈബിന്റെ നേതാവായിട്ടുള്ള ബായ്ഹയെ ടാങ്സാൻ തന്റെ ടാങ് ക്ലാനിലേക്ക് ക്ഷണിക്കുന്നതാണ്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാളും ടാങ് ക്ലാനിൽ ചേരാൻ തയ്യാറാകുന്നില്ല. ടൈറ്റനും നിയോഗാവോയും കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അവർക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടാം. ഇത്രയും കാലം അവരല്ലേ എജിലിറ്റി ക്ലാനിനെ സപ്പോർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് എജിലിറ്റി ക്ലാനിനെ അവരാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞതെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഒരുമിച്ച് തിന്ന് കുടിച്ച് ആഹ്ലാദിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ബായ്ഹെ അതിന് തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല ഇനി നിങ്ങളുടെ സഹായം വേണ്ട, ഇനി ഞങ്ങൾ വിധിയെ ആശ്രയിച്ച് ജീവിച്ചോളാം എന്നും പറയുന്നു. ടൈറ്റൻ അപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്താടോ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാനിൽ ചേർന്നാൽ ഞങ്ങൾ നിന്നെ പിടിച്ച് കടിക്കോ. ബായ്ഹെ പറയുകയാണ് നിങ്ങൾ ചേർന്നോ, ഞാനില്ല, ഞങ്ങളെ ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷൻ പ്രൊട്ടക്ട് ചെയ്തോളും. പുറത്തു നോക്കുകയാണെങ്കിൽ മുബായിയും ഷൂക്കിങ്ങും മാഹോങ് ജൂണും അങ്ങോട്ട് വരുന്നു. ഒന്നും സംസാരിക്കാതെയാണ് ഷൂക്കിങ് അകത്തേക്ക് കയറി പോകുന്നത്. എല്ലാവരുടെയും മുഖം മ്ലാനമായിരിക്കുന്നത് കാണുമ്പോൾ ഓസ്കാറും റോങ് ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ആനസഖ്യത്തിലേക്ക് പോയ അവരുടെ ദൗത്യം വിജയിച്ചിട്ടുണ്ടാകില്ല എന്ന്. എങ്കിലും മാഹോങ് ജൂൺ അങ്ങനെ സാഡായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അവർ ആലോചിക്കുന്നത്. പ്രേമനൈരാശ്യം വന്ന ഒരാളെ പോലെ ഉണ്ട് എന്ന് പോലും അവർ പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നു സത്യവും. മുബായിയോട് അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോഴാകട്ടെ തനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവൻ ചിരിച്ചു കുറെ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം അവരും അകത്തേക്ക് കയറുന്നു. നിയോഗാവോ ഇതേ സമയം പറയുന്നുണ്ട് ഇവൻ യങ് ആയതുകൊണ്ടാണോ നിങ്ങൾ ഇവനെ വിശ്വസിക്കാത്തത്, ഇവന്റെയും ഇവന്റെ കൂട്ടുകാരുടെയും കഴിവിൽ ഞാൻ ഒരുപാട് ഇംപ്രസ്ഡ് ആയതാണ്. അപ്പോഴേക്കും മാഹോങ് ജൂണും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നു. നിയോഗാവോ പറയുകയാണ് കൃത്യസമയത്ത് തന്നെയാണ് നിങ്ങൾ വന്നത്. മാഹോങ് ജൂണിന്റെ മുഖം കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇവന് ലുക്കൊന്നുമില്ലെങ്കിലും സമർത്ഥനായിട്ടുള്ള ഒരു പോരാളിയാണ്. അവന്റെ മാർഷൽ സോൾ എന്താണ് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ബായ്ഹയ്ക്കും ബായ്ചിങ്ങിനും അത് ആരാണെന്ന് മനസ്സിലാകുന്നു. അവർ പറയുകയാണ് ഇവനാണോ ഫ്രണ്ട്സ്. ബായ്ഹ അതിനുശേഷം ടാങ്സാനോട് പറയുകയാണ് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോഴെങ്കിലും ശ്രദ്ധിച്ച് തെരഞ്ഞെടുത്തൂടെ. ശേഷം ദേഷ്യത്തോടെ അയാൾ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ടൈറ്റനും നിയോഗാവും ഒക്കെ തടയുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നത് വേറൊന്നുമല്ല, നല്ല നല്ല ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബായ്ചെങ്ങിനെയും കൂട്ടിക്കൊണ്ട് അയാൾ അവിടുന്ന് പോകുന്ന വഴിക്ക് രണ്ടുപേരും മാഹോങ് ജൂണിന് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ടാങ്സാൻ ആകട്ടെ വീണ്ടും ശല്യം ചെയ്യാൻ നിന്നില്ല. അവർ ടയേർഡ് ആയിരിക്കും, നാളെ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. ഓസ്കാർ ആകട്ടെ മാഹോങ് ജൂണിനോട് എന്താണ് അവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുന്നു. ശേഷം മാഹോങ് ജൂൺ അവരോട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിട്ടും കാണിക്കുന്നു. അതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം മാഹോങ് ജൂൺ പറയുകയാണ് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവൾ എജിലിറ്റി ക്ലാനിൽ നിന്നുള്ളതാണെന്ന്, ഇത് എന്റെ തെറ്റാണ്. ടാങ്സൺ അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഒരിക്കലുമില്ല, ഇത് നിന്റെ തെറ്റല്ല. റോങ് ആകട്ടെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്തല്ലേ, നല്ല റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ. ചിരിച്ചുകൊണ്ട് മാഹോങ് ജൂൺ പറയുകയാണ് ഞങ്ങൾ നല്ല മാച്ച് അല്ലേ. ഓസ്കാർ പറയുകയാണ് ഒരു പ്രാവശ്യം കണ്ടുമുട്ടി
കണ്ടുമുട്ടിയെങ്കിൽ അത് കോയിൻസിഡൻസ് ആണ്, 2 പ്രാവശ്യം കണ്ടുമുട്ടിയെങ്കിൽ വിധിയാണ്, അപ്പോ 3 പ്രാവശ്യം കണ്ടുമുട്ടിയാലോ? എന്നാൽ ഷൂക്കിങ് പറയുകയാണ്, എനിക്ക് തോന്നുന്നത് അവൾക്ക് നിന്നെ ഓർമ്മ പോലും ഇല്ലെന്നാണ്. മാഹോങ്ജുൻ അപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ട്, പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയല്ലേ. എന്നാൽ മുബായ് അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സ്നേഹബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് മുബായ് അവനെ ഒരുപാട് ഉപദേശിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ ഷൂക്കിങ് അതിനെ എതിരായിട്ട് പറയുന്നു. അവളുടെ ഉള്ളിൽ എന്താണ് എന്ന് കൂടി നീ മനസ്സിലാക്കണം. എപ്പോഴും നീ ആഗ്രഹിക്കുന്നത് മാത്രം നടന്നാൽ പോരാ. അങ്ങനെ രണ്ടുപേരുടെയും ചിന്തകളാണ് മാഹോങ്ജോണിനോട് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് പോലെ തന്നെയാണത്. അവസാനം മാഹോങ്ജോൺ പറയുകയാണ്, ഞാൻ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? മറ്റുള്ളവർക്ക് പോലും മനസ്സിലാകുന്നുണ്ടോ ന്റെയും ഷൂക്കിങ്ങിന്റെയും ഇടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. അവർ അതിനെപ്പറ്റി ചോദിക്കുക പോലും ചെയ്യുന്നു. എന്നാൽ ഷൂക്കിങ് അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല. ഇത് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ സോൾവ് ചെയ്തോളാം എന്നാണ് ഷൂക്കിങ് പറയുന്നത്. എങ്കിലും ആനസഖ്യത്തിൽ പോയതിനു ശേഷം നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവരോട് പറയുന്നുണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ളതും ബന്ധനസ്ഥയിലായിട്ടുള്ളതുമായിട്ടുള്ള സോൾ മാസ്റ്റേഴ്സ് തൽക്കാലത്തേക്ക് ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ടാങ്സാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് ഷിങ്ലോ സാമ്രാജ്യത്തിലേക്ക് തിരികെ പോകുന്നത്? മുബായ് പറയുകയാണ്, ഇപ്പോ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും ആനസഖ്യം വെറുതെ ഇരിക്കില്ല. നിങ്ങൾ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ടാങ്സാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ ലോ പ്രൊഫൈല് കീപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ആനസഖ്യത്തിന്റെ തലവന്റെ അടുത്ത് വന്ന് ബൂലി സംസാരിക്കുന്നതാണ്. എല്ലാവരെയും റിലീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ നമ്മളോട് വിധേയത്വവും പുലർത്തിയിട്ടുണ്ട്. ബൂലി തുടർന്ന് പറയുകയാണ്, നമ്മളപ്പോൾ ട്രൈബ് ഓഫ് ഡിഫൻസിനെ ഒന്നും തന്നെ ചെയ്യില്ലേ? മാർഷൽ സോൾഹാളിനോട് നമ്മൾ എന്ത് പറയും? ദേഷ്യത്തോടെ ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ ഭീരു ഒന്നുമല്ല. ഞാൻ ഷിങ്ലോ സാമ്രാജ്യത്തെ ഭയക്കുന്നൊന്നുമില്ല. അതിന് അനുയോജ്യമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ സ്ട്രോങ് ആയി കഴിയുമ്പോൾ ഷിങ്ലോ സാമ്രാജ്യം പോലും എന്നെ ഭയക്കും. മാർഷൽ സോൾഹാളിന്റെ പ്രീതി എങ്ങനെയെങ്കിലും പിടിച്ചുപറ്റി 7 ക്ലാനുകളുടെയും ഹെഡ് ആകണം. ബൂലി അപ്പോൾ തനിക്ക് ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഐഡിയ പറയുന്നു. 4 ക്ലാനുകളും അവിടെ ഒന്നിക്കാൻ പോവുകയാണ്. ഹോത്യാൻ സെക്ടിന്റെ അണ്ടറിലുണ്ടായിരുന്ന 4 ക്ലാനുകളെ പറ്റിയാണ് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരേ സമയം 4 ശക്തികളെയും നമുക്ക് കീഴടക്കാം. ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, അത് നല്ലൊരു ആശയം തന്നെയാണ്. പക്ഷേ എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് റിസോഴ്സുകൾ ഇല്ലാതാകും. അതുമാത്രമല്ല, അവർ 4 പേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് പ്രവചിക്കാനാകില്ല. ബൂലി അപ്പോൾ പറയുന്ന ഐഡിയ വേറൊന്നുമല്ല. എജിലിറ്റി ക്ലാനിന് വളരെ പ്രധാനപ്പെട്ടതാണ് ബായ്ചെങ്. അവരുടെ ഭാവി പോലും ബായ്ചെങ്ങിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ബായ്ചെങ്ങിനെ ഇങ്ങോട്ട് ക്ഷണിക്കണം. ബായ്ചെങ്ങിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ എജിലിറ്റി ക്ലാനിന്റെ ഹെഡ് ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. അത് കേട്ട് ബൂലിയുടെ കരണത്തൊന്ന് പൊട്ടിച്ചിട്ട് ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, അത് തന്നെയല്ലേ ഇത്രയും നാൾ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും ഈ ഐഡിയ വർക്കാകും. പിന്നെ കാണിക്കുന്നത് മുബായിയെയും ഷൂക്കിങ്ങിനെയുമാണ്. ഷൂക്കിങ് ഫൈറ്റ് ചെയ്യാമെന്ന് പറയുന്നു. മുബായി അതിനെ സമ്മതിച്ചിട്ട് പറയുകയാണ്, ശരി, അതിൽ വിജയിക്കുന്ന ആൾ പറയുന്നതായിരിക്കും തോൽക്കുന്ന ആൾ കേൾക്കേണ്ടത്. അതിനെ സമ്മതിച്ചുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ മുബായി മനഃപൂർവ്വം തോറ്റു കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ തോറ്റു, നീ പറയുന്നത് എന്തും തന്നെ കേൾക്കാൻ തയ്യാറാണ്. സെക്കൻഡുകൾ മാത്രമേ ആ ഫൈറ്റ് നീണ്ടു നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഷൂക്കിങ്ങിന് മനസ്സിലായി മുബായി മനഃപൂർവ്വം തോറ്റു തന്നതാണെന്ന്. ഷൂക്കിങ് അപ്പോൾ എന്തും തന്നെ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. മുബായി പറയുകയാണ്, എന്തും തന്നെ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ നമ്മൾ തമ്മിൽ പിരിയുന്നതിനെ കുറിച്ച് മാത്രം പറയരുത്. ഷൂക്കിങ് അപ്പോൾ സന്തോഷത്തോടെ പറയുകയാണ്, അത് തന്നെയാണ് എനിക്കും പറയാനുണ്ടായിരുന്നത്. എന്ത് കോയിൻസിഡൻസ് ആണെന്ന് നോക്കിയേ. നീ ഞാൻ പറഞ്ഞത് കേൾക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരുമിച്ച് ഷിങ്ലോ സാമ്രാജ്യത്തിലേക്ക് പോകും. പക്ഷെ അതിനു മുമ്പ് ടാങ്സാനും മറ്റുള്ളവരും സേഫ് ആണെന്ന് ഉറപ്പുവരുത്തും. മാർഷൽ സോൾഹാള് കലുഷിതമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ തന്നെ സാധിക്കുന്നത് ഭാഗ്യമാണ്. എന്റെ മനസ്സിലുള്ളത് ഞാനിപ്പോൾ തുറന്നു പറഞ്ഞു. പക്ഷേ നീ മനഃപൂർവ്വം തോറ്റു തന്നതിലൂടെ നീ എന്നെ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ ഷൂക്കിങ്ങിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുബായി പറയുകയാണ്, നമ്മൾ ഒരുമിച്ചാകാൻ വിധിക്കപ്പെട്ടവരാണ്. പൂർവികരുടെ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കും. ഇതിനെക്കുറിച്ച് മാത്രമേ ഞാൻ എപ്പോഴും സംസാരിച്ചിരുന്നുള്ളൂ. നിന്റെ ആഗ്രഹം എന്താണെന്ന് ഒരിക്കൽ പോലും ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. ഷൂക്കിങ് പറയുകയാണ്, നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിന്റെ കൂടെ ഞാനും ഉണ്ടാകും. ടാങ്സാൻ പറഞ്ഞത് ശരിയാണ്. റോങ് ആകണമെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഈ ലോകത്തെ കെയർ ചെയ്യണം. പിന്നെ കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്സാനെ കാണിക്കുന്നു. വു പ്രത്യക്ഷപ്പെട്ട അവനോട് റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ടാങ്സാൻ പറയുകയാണ്, കൾട്ടിവേഷൻ ചെയ്യുന്നത് എനിക്ക് റെസ്റ്റ് എടുക്കുന്നത് പോലെയാണ്. അതുമാത്രമല്ല സമയവുമില്ല. മാർഷൽ സോൾഹാള് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിന്റെ കൂടെ കൾട്ടിവേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് വു കൾട്ടിവേഷൻ ചെയ്യുന്നു. ടാങ്സാൻ അപ്പോൾ നീ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. വു അപ്പോൾ ഞാനൊരു ഇമാജിനേഷൻ ആണ്, എന്നെ പറ്റി ചിന്തിക്കാതെ കൾട്ടിവേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു
സമയം നിന്നെയും നോക്കാം, കൾട്ടിവേഷനും ചെയ്യാമെന്ന് ടാങ്സാൻ പറയുന്നു. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ബെങ് കൊടുത്ത മെഡിസിൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. വു അപ്പോൾ ചോദിക്കുന്നുണ്ട് ആന്റിഡോട്ട് കണ്ടുപിടിക്കാൻ നോക്കുകയാണോ എന്ന്. ടാങ്സാൻ പറയുകയാണ് ഇല്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ 4 ക്ലാനുകളും ഒന്നു ചേരുകയാണെങ്കിൽ അത് സാധ്യമാകും. ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനിലാണ് അവന്റെ പ്രതീക്ഷ. വു പറയുകയാണ് പക്ഷേ ഇന്ന് എജിലിറ്റി ക്ലാനിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ പരാജയപ്പെട്ടുവല്ലോ. നീ മാത്രമല്ല നിയോഗുവായും ടൈറ്റനും പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ടാങ്സാൻ പറയുകയാണ് എന്റെ കയ്യിൽ വേറൊരു മാർഗമുണ്ട്. ശേഷം ടാങ്സാന്റെ ആന്റി പറഞ്ഞ വാക്കുകൾ പറയുന്നു. സ്പീഡിന്റെ കാര്യത്തിൽ എജിലിറ്റി ക്ലാനിനെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. പക്ഷേ അറ്റാക്കിന്റെയും ഡിഫൻസിന്റെയും കാര്യം വരികയാണെങ്കിൽ അവർ വളരെ വീക്കാണ്. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള ഈ വെപ്പൺ ഉപയോഗിച്ച് അവരെ വീഴ്ത്താനാണ് എന്റെ പ്ലാൻ. അത് വിജയിച്ചാൽ മതിയായിരുന്നു. വു പറയുകയാണ് വെറുതെ അല്ല നിനക്ക് ഇത്ര കോൺഫിഡൻസ്. പിന്നെ ടാങ്സാൻ അടുത്ത ദിവസം ബായ്ഹേക്ക് ആ വെപ്പൺ കാണിക്കുന്നത്. ടൈറ്റൻ അതിന്റെ ഗുണസവിശേഷതകളെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അവരുടെ ക്ലാനിന് അത് ഒരുപാട് ഉപകരിക്കപ്പെടുമെന്ന് പറയുന്നു. അത് മാത്രമല്ല ഒരിക്കൽ അത് ഉപയോഗിച്ചാൽ പിന്നീട് വിട്ടുകൊടുക്കില്ല എന്നും പറയുന്നു. ബായ്ഹെ അപ്പോൾ ടൈറ്റനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനൊക്കെ എതിരായിരുന്നു അല്ലോ എന്ന്. ടൈറ്റൻ അപ്പോൾ പറയുന്നുണ്ട് ആയുധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ചീത്ത കാര്യങ്ങൾക്ക് മാത്രമല്ല നല്ല കാര്യങ്ങൾക്കും ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. ടാങ്സാനും അതിന്റെ ഒരുപാട് ഗുണസവിശേഷതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാഹോങ്ജുൺ അപ്പോഴും ബായ്ചെങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബായ്ചെങ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ആ ആയുധം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് മാഹോങ്ജുണിന്റെ നേരെ തന്നെ പ്രയോഗിക്കുന്നു. ഇനി ഒറ്റ പെണ്ണുങ്ങളോടും ഇങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ നേരെ പ്രയോഗിക്കുന്നത്. ബായ്ചെങ് കരുതിയിരിക്കുന്നത് മാഹോങ്ജുൺ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. അതിന്റെ പവർ കണ്ടു കഴിയുമ്പോൾ ബായ്ഹേക്ക് അത് ശരിക്കും ഇഷ്ടമാകുന്നുണ്ട്. അതൊരു 200 എണ്ണം തരാൻ പറയുന്നു. ടൈറ്റൻ പറയുകയാണ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അയൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ വില നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാകില്ല. ടാങ്സാൻ പറയുകയാണ് എങ്കിലും ഈ ഒരെണ്ണം ഫ്രീ ആണ്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ ഒരു ഉപഹാരമായിട്ട് കരുതിയാൽ മതി. താങ് ക്ലാനിൽ ചേരുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കും. എല്ലാവർക്കും ഇത് ഫ്രീ ആയിരിക്കും. ബായ്ഹേക്ക് അവന്റെ ബുദ്ധി മനസ്സിലാകുന്നുണ്ട്. ബായ്ഹെ പറയുകയാണ് നല്ലൊരു പ്രലോഭനം തന്നെയാണ് മുമ്പിലേക്ക് വെച്ച് നീട്ടിയത്. പക്ഷേ ആരുടെയും ഓശാരത്തിന് ഞങ്ങൾക്കിത് വേണ്ട. അത് മാത്രമല്ല താങ് ക്ലാനിൽ ചേരാനും താല്പര്യമില്ല. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. താങ് ക്ലാനിൽ ചേർന്നില്ലെങ്കിലും അങ്ങ് എന്റെ എൽഡർ തന്നെയാണ്. എങ്കിലും എജിലിറ്റി ക്ലാനിന്റെ സ്പീഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. താങ് ക്ലാനുമായിട്ട് ഒരു മത്സരം വെച്ചാലോ? അങ്ങനെ എജിലിറ്റി ക്ലാനിന്റെ സ്പീഡ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാമല്ലോ. ദേഷ്യത്തോടെ ബായ്ഹെ പറയുകയാണ് നിനക്ക് അത്രയ്ക്കും അഹങ്കാരമോ? ടാങ്സാൻ പറയുകയാണ് മത്സരം ഇതുവരെയും കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പേ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിലോ? ബായ്ഹെ പറയുകയാണ് സ്പീഡിന്റെ കാര്യത്തിൽ ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല. എങ്കിലും ഇങ്ങനെ സംസാരിച്ചതിന്റെ ഫലമായിട്ട് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നേക്കുമായിട്ട് ഇത് ഓർക്കുന്നതിന് വേണ്ടി നിയമം എന്താണെന്ന് പറഞ്ഞോളൂ. ടാങ്സാൻ പറയുകയാണ് 15 മിനിറ്റ് ആയിരിക്കും മത്സരം. ഈ പരിസരത്തിന് ചുറ്റും മാത്രമായിട്ടാണ് മത്സരം നടക്കുന്നത്. അതിന് പുറത്തേക്ക് പോകാൻ പാടില്ല. 15 മിനിറ്റും പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വിജയിക്കും. എന്നാൽ അത് കേട്ട് ബായ്ചെങ് മുന്നോട്ട് വന്ന് ഞാൻ അവനെതിരെ മത്സരിക്കാം എന്ന് പറയുന്നു. ബായ്ഹെ അപ്പോൾ ബായ്ചെങ്ങിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് മാഹോങ്ജുൺ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് താങ് ക്ലാനിന് വേണ്ടി ഞാൻ ഇവൾക്കെതിരെ മത്സരിക്കാം. ടാങ്സാൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ബായ്ചെങ്ങിന് അതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യമാവുന്നുണ്ട്. മാഹോങ്ജുൺ ആകട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്നു. അതിനുശേഷം മത്സരം ആരംഭിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ബായ്ചെങ്ങിന് 4 സോൾ റിങ്ങുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും അതെല്ലാം കണ്ട് അവർ അതിശയിക്കുന്നുണ്ട്. കാരണം 4 സോൾ റിങ്ങും സ്പീഡിന്റേതാണ്. അവയ്ക്ക് പ്രത്യേക ഫോർമേഷനും ഐക്യവും ഉണ്ടായിരുന്നു. വലിയ കാര്യത്തിലായിരുന്നു ബായ്ഹെ അതിനെക്കുറിച്ച് സംസാരിച്ചത്. മാഹോങ്ജുൺ ഇതേ സമയം പറയുകയാണ് ഇത് മത്സരമാണ്, ഞാൻ നിന്നോട് ദയൊന്നും കാട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് അവന്റെ ഫീനിക്സിന്റെ ശക്തി പുറത്തെടുക്കുന്നു. അത് കണ്ട് ബായ്ഹെയും ബായ്ചെങ്ങും ശരിക്കും ഞെട്ടുന്നുണ്ട്. ടൈറ്റൻ പറയുകയാണ് പക്ഷികളുടെ എല്ലാവരുടെയും രാജാവാണ് ഫീനിക്സ്. നിങ്ങൾക്ക് എത്ര സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ പക്ഷിയൊക്കെ എളുപ്പത്തിൽ ഫീനിക്സ് അടിച്ചമർത്തും. എന്നാൽ ബായ്ഹെ അതിനോടൊന്നും യോജിക്കുന്നില്ല. ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ ബായ്ചെങ് തെറിച്ചു പോകുന്നുണ്ട്. അവളുടെ കൈ ശരിക്കും വിറയ്ക്കുന്നു. എങ്കിലും ആ പേടി ഒരു വിധത്തിൽ അവൾ പുറത്ത് കാണിക്കാതിരിക്കുന്നുണ്ട്. മാഹോങ്ജുൺ ആകട്ടെ പേടിച്ചോ എന്ന് ചോദിക്കുന്നു. ബായ്ചെങ് ധൈര്യം സംഭരിച്ചു പറയുകയാണ് ഞാനോ? ഒരിക്കലുമില്ല. റിസൾട്ട് എന്താണെന്ന് കാണിക്കുന്നില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.